BJP പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടമായേക്കുമെന്ന് കുടുംബം. ഡൽഹി പോലീസ് നടത്തിയ ആക്രമണത്തിലാണ് 19 വയസ്സുകാരൻ സഹിൽ ലൊച്ചാബിന് പരിക്കേറ്റത്. എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന സഹിലിന്റെ കാഴ്ച തിരിച്ചുകിട്ടാൻ 1% സാധ്യത എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ജന്തർ മന്ദറിൽ നിന്നും ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും സഹിലിന്റെ കാര്യത്തിൽ കുറച്ച് ദാരുണമായിട്ടുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഈ ഒരു സമയത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് ഡോക്ടർമാർ അടക്കം പറയുന്നത്, കുടുംബം പറയുന്നത്? സ്വാതി, ഈ കുട്ടിയുടെ കാര്യത്തിൽ ഡോക്ടർമാർ ഈ കണ്ണിന്റെ കാഴ്ച സംബന്ധിച്ച് ഒരു മോശം അവസ്ഥ തന്നെയാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം ഈ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പോലീസിന്റെ അക്രമത്തിൽ പെല്ലറ്റ് തറച്ചാണ് ഈ കണ്ണിലേക്ക് ഇത്തരത്തിലൊരു കാഴ്ച ശക്തിക്ക് പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലല്ല കണ്ണിന്റെ കാഴ്ച എന്നാണ് പറയുന്നത്. ഈ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട ഏതായാലും ചികിത്സയിലാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഈ വിദ്യാർത്ഥികളെ നിരവധി വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുമാണ്. ഈ സഹിലിന്റെ കാര്യത്തിലടക്കം കുടുംബമടക്കം രംഗത്ത് വന്നിരുന്നു. ഇവർ പറയുന്നത് ഇത്തരം ഒരു വിദ്യാർത്ഥി സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ജന്തർ മന്ദിറിൽ സമരത്തിനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അക്രമത്തിനിരയാക്കിയായിരുന്നു. ഈ പോലീസിന്റെ അക്രമത്തിലാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിയുടെ കണ്ണടക്കം നഷ്ടമാകുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത്. ഇതിൽ കൃത്യമായ നടപടി വേണം, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടിയുടെ മുഖത്തടിച്ച DCPയെ സ്ഥലം മാറ്റുന്ന നടപടിയിലേക്ക് പോയതായാലും അധികൃതർ കടന്നിട്ടുണ്ട് എന്നൊരു വിവരം കൂടി വന്നിരുന്നു. പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഈ സമരവേദിയിലുണ്ട്. കാരണം പോലീസ് അക്രമം നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾ തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സമരത്തിന് എത്തുന്നവരല്ല പോലീസിനെതിരെ ഏതെങ്കിലും തരത്തിൽ തിരിയുന്നത്. സമരത്തിനെത്തുന്നവർ സമാധാനപരമായി അവരുടെ കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ പുറത്തുനിന്നുള്ള ആരൊക്കെയോ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ദീപ്ക രാവിലെ പറഞ്ഞിരുന്നു. അതോടൊപ്പം മറ്റ് വിദ്യാർത്ഥികളും, ഈ സമരം നടത്തുന്ന വിദ്യാർത്ഥികളും അതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഏതെങ്കിലും ശക്തികൾ എത്തിയിട്ടുണ്ടോ എന്നതാണ്. ദീപ്ക ഇന്ന് രാവിലെ പറഞ്ഞത് തന്നെ നമ്മൾ നേരത്തെ കേട്ടു. BJP ഗുണ്ടകൾ കയറുന്നു, അല്ലെങ്കിൽ ഈ സമരം അടിച്ചമർത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വിദ്യാർത്ഥികളും സമരത്തിനെത്തുന്ന വിദ്യാർത്ഥികളും പറയുന്നത് തങ്ങൾ ഒരു രീതിയിലുള്ള പ്രകോപനവും പോലീസിനെതിരെ ഉണ്ടാക്കുന്നില്ല, തങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു, അത്തരത്തിൽ സമരം നടത്തുക മാത്രമാണ്. പക്ഷേ ഇതിൽ